ക്യാമറയ്ക്ക് ഒരു ചെരിവുണ്ടല്ലോ. ഓക്കെ അല്ലേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. അങ്ങനെ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷവോമിയുടെ 17 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഇതിൻ്റെ 17 അൾട്രാ വേറെ ഉണ്ട്, അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ റിവ്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഷവോമിയുടെ 17 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. സോ ഈ ഒരു ഫോണിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോങ് ടൈം റിവ്യൂ അല്ല, അത് ഒരു ഷോർട്ട് ടൈം റിവ്യൂ ആണ്. സോ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫസ്റ്റ് തന്നെ ഇതുപോലൊരു കുഞ്ഞ് ബോക്സ് കിട്ടും. ആ കുഞ്ഞ് ബോക്സിൻ്റെ ഒരു ട്രാൻസ്പാരൻറ്റ് കേസൊക്കെ ഉണ്ട്. ട്രാൻസ്പാരൻറ്റ് കേസാണ്, പക്ഷേ ഗൈസ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, ഇത് മറ്റേ ഹാർഡ് കേസാണ് ഗൈസ്. അതായത് മഞ്ഞ കളർ ആവാത്ത കേസാണ് ഗൈസ്. സൂപ്പർ. ഷവോമിക്ക് കയ്യിൽ കൊടുക്കാം ഗൈസ്, അതാണ് വേണ്ടത്. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി മഞ്ഞ കളർ ആവണ സിലിക്കൺ കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇതുപോലെ കളർ പോവാത്ത ഹാർഡ് കേസ് ആക്കണം കേട്ടോ എല്ലാവരും. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഡിവൈസിനെ പറ്റി ഞാൻ പറയാം, കുറേ പറയാനുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 100 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഓൾറെഡി ബോക്സിൽ അവൈലബിൾ ആണ്. സൂപ്പർ അല്ലേ? നമുക്ക് ഡിവൈസിനെ പറ്റി പറയാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ഏറ്റവും പുതിയ ഷവോമി 17 എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പാക്ട് ഫോൺ. ഇതൊരു കോമ്പാക്ട് ഫോണാണ് ഗൈസ്. സോ കോമ്പാക്ട് ഫോണ് നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഷവോമിയുടെ 17 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിഡിലൻ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ക്യാമറ പമ്പ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 4 സർക്കിൾ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിൽ 3 ക്യാമറ, ഒരു ഫ്ലാഷ് നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ നമ്മൾ കാണാറുള്ള പോലെ ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു എഡ്ജൊക്കെ ഭയങ്കര ഫ്ലാറ്റ് ആണ്. പിന്നെ ബാക്കിൽ ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഐഫോൺ പിടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ പിടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വിവോ X300 പിടിക്കുന്ന പോലെയൊക്കെ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ഒരു ഫോണിന് കിട്ടുന്നത്. അത് അടിപൊളിയാണ്. സോ കോമ്പാക്ട് ഫോൺ നോക്കുന്നവരാണ് മെയിനായിട്ട് ഇതിലേക്ക് പോകേണ്ട കേട്ടോ. കാരണം ഇത് എക്സാക്ട്ലി ഒരു കോമ്പാക്ട് സൈസ് ഉണ്ട്. കയ്യിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒതുങ്ങിയിരുന്നുള്ളൂ. അമ്മാതിരി സൈസാണ്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഡിസൈനിനെ പറ്റി പറയാനുള്ളത്. ഡിസൈൻ ഓക്കെയാണ്. സോ നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിം ഡിസൈൻ പാറ്റേൺ ഇതിന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇതിനെ പറ്റി സംസാരിക്കാനുള്ളത് ഇതിലെ ചിപ്സെറ്റിനെ പറ്റിയിട്ടാണ് ഗൈസ്. ഇതിലെ ചിപ്സെറ്റ് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 എന്ന് പറഞ്ഞുള്ള ചിപ്സെറ്റാണ്. എല്ലാ കമ്പനിക്കാരും മറന്നു പോയിട്ടുള്ള ഒരു സംഭവമാണ് അവന്മാർ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പണ്ടൊക്കെ നമുക്ക് പ്രീമിയം സെഗ്മെന്റിൽ ഏത് നോക്കിയാലും നമുക്ക് ഈ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റാണ് വരാറ്. എന്നാൽ ഇപ്പോഴൊക്കെ ആ ഒരു സ്ഥാനം ഡയമൻസിറ്റി പിടിച്ചു കയറി വന്നു. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റുകൾ കിട്ടാനുള്ള ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു കൊറോണ ടൈമിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഷോർട്ടേജ് വന്നു. മാത്രമല്ല നല്ല പ്രൈസിങ് വന്നു. സോ ഈ 2 റീസൺ കാരണമാണ് ഡയമൻസിറ്റി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറിയത്. പിന്നെ മാത്രമല്ല ഡയമൻസിറ്റി അത്യാവശ്യം നല്ല റിസർച്ചൊക്കെ നടത്തിയിട്ട് അവരും നല്ല നല്ല ചിപ്സെറ്റുകൾ ഇറക്കാൻ തുടങ്ങിയതുകൊണ്ട് കൂടിയാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ്, അതും സ്നാപ്ഡ്രാഗൻ്റെ ടോപ്പ് സെഗ്മെൻറ്റിലെ ടോപ്പ് ചിപ്സെറ്റ് ആയിട്ടുള്ള 8 Elite Gen 5 കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ റിവ്യൂ ചെയ്യുമ്പോഴേ നമുക്ക് സ്നാപ്ഡ്രാഗൺ എന്ന് പറയുമ്പോൾ ഒരു കിക്ക് കിട്ടും. ആ ഒരു സംഭവം നമ്മുടെ ഡയമൻസിറ്റിക്ക് കിട്ടില്ല. സോ അതേപോലെ തന്നെയാണ് ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാമറ ഷട്ടറൊക്കെ വർക്കാണോ കിട്ടുക, അത്രയും സ്മൂത്താണ് ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ UFS 4.1 സ്റ്റോറേജ് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ LPDDR5X റാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. ഗെയിം കളിക്കാനാണെങ്കിൽ പക്കാ സ്മൂത്ത്, ഫോട്ടോ എടുക്കാനാണെങ്കിൽ പക്കാ സ്മൂത്ത്. അപ്പോൾ ആ ഒരു റേഞ്ച് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ ഫോൺ. നമ്മൾ കുറച്ച് ലോങ് ടൈമിലേക്ക് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നല്ല ഹീറ്റിംഗ് വരുന്നുണ്ട്. ബട്ട് ആ ഹീറ്റിംഗ് കുറച്ച് കഴിഞ്ഞ് പോകുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ ഷവോമിയുടെ 3D ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ് വെച്ചേക്കണേ. അവന്മാരുടെ ഡിസൈനിങ്ങിലാണ് വന്നേക്കണേ. ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഹീറ്റിംഗ് ഉണ്ട്. നമ്മൾ കേസ് ഇട്ട് ഉപയോഗിക്കുകയായിരിക്കും കുറച്ച് നമ്മുടെ കയ്യിനൊക്കെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു കോമ്പാക്ട് സൈസുള്ള ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.3 ഇഞ്ചാണ് വരുന്നത്. അതും അല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് വന്നിരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ റസ് OLED പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 440 ppi ക്ലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 3500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഡിസ്പ്ലേ സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് ഇത്രയും ഭംഗി വരാനുള്ള ഒരു മെയിൻ കാരണം ഇതിൻ്റെ ബെസൽസ് നോക്കുക ഗൈസ്. കണ്ട ബെസൽസ് ഒക്കെ വളരെ തിന്നാണ്. അതും ഭയങ്കര യൂണിഫോം ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് കിടിലനായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ ഒരു ബാക്കിലത്തെ ഡിസൈൻ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. സോ അതിൻ്റെ കൂടെ ഇതിൽ വന്നിരിക്കുന്ന വാൾപേപ്പേഴ്സ് ആണെങ്കിലൊക്കെ തന്നെ ഒരു രക്ഷയില്ലാത്ത കിടിലൻ ഫീലാണ് തരുന്നത്. കാരണം ഈ ഒരു ഫോണിൻ്റെ കളറുണ്ട് ഗ്രീനാണ്. അവർ സെറ്റ് ചെയ്തേക്കുന്ന വാൾപേപ്പറും ഗ്രീനാണ്. വാൾപേപ്പറൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം.
ബട്ട് അത്രയും ഈസ്തറ്റിക് ആയിട്ടാണ് അവന്മാർ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവരെ UI എക്സ്പീരിയൻസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ UI ഞാൻ നോക്കിയ സമയത്ത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൺസൊക്കെ, എത്ര ഫോൺസാണെന്ന് പറയാൻ പറ്റില്ല, അത് ഇഷ്ടമുള്ള മോഡൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫോണിലും ഓരോ ഫീലാണ് ഫോണിൽ. എനിക്ക് എസ്പെഷ്യലി ഈ ചൈനീസ് ബ്രാൻഡുകളിലെ ഫോൺ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇതിൽ മാത്രമല്ല എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും കൂടുതലായിട്ടുണ്ട്. iOS-ലേക്കാണ് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത്. സോ അതൊക്കെ സെറ്റാണ്. സോ ഡിസ്പ്ലേ അടിപൊളിയാണ്. നമ്മൾ സിനിമ കാണാനാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും എന്ത് പരിപാടിക്കാണെങ്കിലും ഡിസ്പ്ലേ സൈഡിൽ നിന്ന് അടിപൊളിയാണ്. പിന്നെ 3500 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. HDR കോണ്ടൻസ് കാണുമ്പോൾ ഇപ്പോൾ 6000 ഒക്കെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഫോണുകളുണ്ട്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കുറവാണോ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ചെറിയൊരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ടോ സംശയമുണ്ട്. ബട്ട് അത് അത്രയും വെയിലുള്ള സമയത്ത് മാത്രമാണ്. നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ ഏത് ഫോണാണെങ്കിലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് തോന്നി, പക്ഷേ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അതൊരു മേജറായിട്ടുള്ള സംഭവമല്ല. ഡിസ്പ്ലേ വൈസും ഓൾമോസ്റ്റ് സെറ്റാണ്. നമുക്ക് സെൽഫി ക്യാമറ പഞ്ച് ഹോൾ മോഡലിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 6330 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഒരു കോമ്പാക്ട് സൈസിൽ അവർ എത്രത്തോളം ബാറ്ററി കൊണ്ടുവരാൻ പറ്റുമോ അത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു കോമ്പാക്ട് സൈസിലൊക്കെ അത്രയൊക്കെ തന്നെയാണ് ബാറ്ററി വരാറുള്ളത്. പിന്നെ നമുക്ക് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ വാങ്ങിക്കണം, എന്നാൽ മാത്രമേ ഷോമിയുടെ വയർലെസ് ചാർജിങ് വാങ്ങിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. സോ ബാക്കിയെല്ലാം സെറ്റാണ്. ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 3 ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വന്നിരിക്കുന്നത്. അതിൽ മുഴുവൻ 50 മെഗാപിക്സലിൻ്റെ സെൻസേഴ്സാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും 50 മെഗാപിക്സലിൻ്റെ സെൻസറിനെ ഇരിക്കുന്നത്. ഓക്കെയാണ്, കോമ്പാക്ട് ഫോണാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോ പരിപാടികളൊക്കെ 50 മെഗാപിക്സലിൻ്റെ ഓക്കെയാണ്. ഇതിൻ്റെ അൾട്രാ സീരീസിലൊക്കെ 200 മെഗാപിക്സൽ വരുന്നുണ്ട്. ബട്ട് ഇതിലെ 50 മെഗാപിക്സലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് തരുന്നുണ്ട്. പിന്നെ ഈ 3 ക്യാമറാസും ലൈക്കയുടെ കൊളാബറേഷനിൽ വരുന്ന ക്യാമറയാണ്. സോ ലൈക്കയുടെ കൊളാബറേഷനിൽ വരുന്ന ഈ ക്യാമറകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൈറ്റിങ്ങിലും അതുപോലെ തന്നെ കളറിങ്ങിലും ചെയ്യുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവണം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു പോർട്രേറ്റ് ഫോട്ടോ ഞാൻ ഇന്നലെ എടുത്താണ്. സോ ഇത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫേസിലെ ആ ഒരു ഡീറ്റെയിൽസും ആ ഫേസിലെ ലൈറ്റിങ്ങും കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയ പോലെ തോന്നുന്നുണ്ടാവുക. ബട്ട് ഞാൻ സൈഡിൽ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ കാണിക്കാം. അതുപോലെ തന്നെ ആ ഒരു കണ്ണിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ആ ഒരു ഡീറ്റെയിൽസും ആ ഒരു കളറിങ് കണ്ട മൊത്തത്തിലൊരു നൈസ് ഫീലാണ് ഈ ലൈക്കയുടെ പരിപാടികൾക്ക് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറ വന്നിട്ടുള്ളത് ലൈറ്റ് ഫ്യൂഷൻ 950 സെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള സെൻസർ ഉപയോഗിച്ചുള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് വന്നിട്ടുള്ള 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ 2.6 ഒപ്റ്റിക്കൽ സൂം വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ അതിൽ നമുക്ക് 60mm അല്ലെങ്കിൽ 75mm വരെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. 60 അല്ലെങ്കിൽ 75mm ലോക്കാണ് അതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോസ്. അങ്ങനെ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് വേണമെങ്കിൽ സൂം ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ 50 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡാണ് വരുന്നത്. അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ലോ ലൈറ്റിലാണെങ്കിലും അത്യാവശ്യം സെൽഫി പരിപാടികളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ 8K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും 30 FPS. അതുപോലെ തന്നെ 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് 4Kയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ക്യാമറ സൈഡ് എന്ന് പറയാനുള്ളത്. സോ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പരിപാടികളാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. ഇനി കുറച്ച് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടാലോ. സോ ഇതാണ് ഗൈസ് നമ്മുടെ റിയർ ക്യാമറ വൈഡ് ക്വാളിറ്റി. നമുക്ക് വൈഡിൽ നിന്ന് ഇനി മെയിൻ ക്യാമറയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്താ ആ ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മെയിൻ ക്യാമറയുടെ കളറിങ് വേറെ ലെവലാണ്, അടിപൊളിയായിട്ടുണ്ട്. വൈഡിലേക്ക് തന്നെ പോവാം. സോ ഇതുപോലെ വ്ളോഗിങ് പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റും. 4K 60 FPS അല്ലെങ്കിൽ 8K 30 FPS സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി സൂമിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് 2x 2.x കണ്ട 6x ലെൻസ് ഷിഫ്റ്റായി കുറച്ചുകൂടി ഷാർപ്പണ്ടായി വിഷ്വൽസൊക്കെ. സോ ഇതാണ് 2.6x വരുന്ന വീഡിയോ ക്വാളിറ്റി കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ഒരു 5x വരുന്നുണ്ട്, അതിലും അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 15x വരെ സപ്പോർട്ട് നമ്മുടെ വീഡിയോയിൽ കിട്ടും കേട്ടോ. സോ ഇതൊക്കെയാണ് വീഡിയോയിൽ കണ്ട ഈ ഒരു സൂമിങ് ലെവലാണ് കിട്ടുക. അത്യാവശ്യം നല്ല അടിപൊളി HDR മാനേജ്മെൻ്റ് ഒക്കെയാണ് കണ്ട. ഒരു മേഘം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണുന്നില്ല, ഓവർ എക്സ്പോസ്ഡൊന്നുമല്ല, കറക്റ്റായിട്ട് കാണുന്നുണ്ട്. സോ ഡൈനാമിക് റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എൻ്റെ പുറകിലാണ് ലൈറ്റ് വരുന്നത്. എങ്ങനെയാണ് അത് ക്യാമറ ഡീൽ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ റിയർ ക്യാമറ വീഡിയോ അത്യാവശ്യം സെറ്റപ്പാണ്. ഇതാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറ വീഡിയോ. ഫ്രണ്ട് ക്യാമറ വീഡിയോ വേറെ ലെവൽ തന്നെയാണെന്നും പറയാനില്ല. പിന്നെ 60 FPS 4K നമുക്ക് എടുക്കാൻ പറ്റും. വേണ്ടെങ്കിൽ HD 30 അല്ലെങ്കിൽ 4K എടുക്കാൻ പറ്റും. HDR മാനേജ്മെൻ്റ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ് കണ്ട. ബാക്കിൽ ഫുള്ള് ലൈറ്റ് ആണ്, എന്നാലും ഫേസിൽ ലൈറ്റ് ഉണ്ട്, അടിപൊളിയാണ്. സോ ഡെഫിനറ്റ്ലി
വീഡിയോയ്ക്കാണെങ്കിലും ഫോട്ടോയ്ക്കാണെങ്കിലും ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. എനിക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. പിന്നെ ബ്യൂട്ടിഫിക്കേഷൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഷവോമിയുടെ സ്ഥിരം പരിപാടികൾ കുറേ ഉണ്ട്. സ്കിൻ സ്മൂത്തൻ ചെയ്യുക, ബ്രൈറ്റൻ ചെയ്യുക, അതുപോലെ തന്നെ സ്കിൻ ജോയിൻ്റെ ഷേപ്പ് മാറ്റുക, ഹെഡ് ചെറുതാക്കുക, അങ്ങനെ കുറേ പരിപാടി ഫൺ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ലൈക്കയുടെ കുറച്ച് ഫിൽറ്റേഴ്സ്, പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ സമയത്ത് കുറേ പരിപാടികൾ. സോ അങ്ങനെയൊക്കെ നമുക്ക് ക്യാമറ വൈസ് ഒരുവിധം അടിപൊളിയാണ്. ഫിംഗർ പ്രിന്റ് സെൻസറാണ്, അതുകൊണ്ട് തന്നെ അൺലോക്കിംഗ് പരിപാടികളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഡുവൽ സിം വരുന്നുണ്ട്, ഇ സിമ്മിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ NFC സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഇത്തരം പ്രത്യേകതകൾ ഈ ഒരു ഫോണിനുണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ഒരു ഫോണിൻ്റെ AI പരിപാടികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജെമിനയുടെ എല്ലാ വിധത്തിലുള്ള AI പരിപാടികളും ഓൾറെഡി അവൈലബിൾ ആണ്. അതിന് പുറമെ ഹൈപ്പർ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI പരിപാടികളുണ്ട്. അതിൽ കുറേ അസിസ്റ്റൻസുകളുണ്ട്. എന്താ പറയുക, ക്രിയേറ്റീവ് അസിസ്റ്റൻറ്റ്, മറ്റേ അസിസ്റ്റൻറ്റ്, വാൾപേപ്പർ, ഡൈനാമിക് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള AI പരിപാടികൾ കുറേ ഉണ്ട്. ഈ കാണുന്ന പരിപാടികളൊക്കെ നമ്മുടെ ആ ഒരു AI പരിപാടിയിൽ വരുന്ന സംഭവങ്ങളാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ള സ്പെക്ക് ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനി സംസാരിക്കാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിനെ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫോണിൻ്റെ 12GB 256GB വേരിയൻറ്റിന് വരുന്നത് ഏകദേശം 90,000 റുപ്പീസാണ്. പ്രൈസ് അത്യാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ 512GB വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 1 lakhൻ്റെ അടുത്താണ് പ്രൈസ് വരുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല ക്യാമറ പരിപാടിയും കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഓൾറൗണ്ടർ ഫോണാണിത്. സോ പ്രൈസിങ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗനൊക്കെ വന്നുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഇത്രയും പ്രൈസ് കൊടുത്ത് ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങിച്ച് ഈ ഒരു ഫോൺ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ മാത്രം അത്രയും ഒരു എമൗണ്ട് ഇതിലേക്ക് മുടക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഹോബി ബേസ്ഡ് ആയിട്ടാണ്, നിങ്ങൾക്ക് പൈസ വിഷയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എടുക്കാം. അതുപോലെ തന്നെ ക്യാമറ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ PUBG ഗെയിമിങ്ങും അടിപൊളിയാണ്. ഗെയിമിങ്ങും അത്യാവശ്യം മാക്സിമം ചെയ്ത് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് പറയാനുള്ളത്. ഇനി ഒരു ഫോണിൻ്റെ ചില നെഗറ്റീവ്സ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഹീറ്റിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേസ് ഇടുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റിങ് നമുക്ക് പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2.6ൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും 3.5ൻ്റെ ഒക്കെ ടെലിഫോട്ടോ ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്നും ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ 3.5ൽ അതൊരു പ്രോപ്പർ ഡിസ്റ്റൻസ് ആണ്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് ആണ്. ആ ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിൽ അടിപൊളി ക്ലാരിറ്റി കിട്ടിയാണ്. എന്നാൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ അധികം സ്പേസ് ഒന്നുമില്ല, നമുക്ക് വലിയ ദൂരത്തേക്ക് മൂവ് ചെയ്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2.6ൽ എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയാണ്. പിന്നെ 2.6 ആണ് ടെലിഫോട്ടോ ലെൻസ് എങ്കിലും ഇതിൻ്റെ 5x ഡിജിറ്റൽ ക്രോപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമായിട്ടൊന്നും ഞാൻ അതിന് പറയുന്നില്ല. എന്നാൽ അതൊരു 3.5 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ വേറെ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഇതുവരെ ഉപയോഗിച്ചപ്പോൾ ഫീൽ ചെയ്തില്ല. എല്ലാം സെറ്റ് തന്നെയാണ്. UA ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം സെറ്റ് തന്നെയാണ്. സോ HyperOS 3യുടെ സപ്പോർട്ടാണ് വരുന്നത്. HyperOS 3 എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാനിത് ഈ ഒരു ഷവോമിയുടെ വാച്ച് വാങ്ങിക്കാൻ തന്നെ ഒരു മെയിൻ റീസൺ ഇതിൽ HyperOS ഉള്ളതുകൊണ്ടാണ്. സോ അത്രയും സ്മൂത്താണ്. സോ അതുപോലെയുള്ള പരിപാടികളൊക്കെ സ്മൂത്ത് ആണെന്നും പറയാനില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള അഭിപ്രായങ്ങൾ. നിങ്ങൾ ഈ ഫോൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിൽ താഴെ അറിയിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരിക അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് കാണുകയൊക്കെ ചെയ്യാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഇതിന് കമൻറ്റ് താഴെയായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഞാൻ എന്തെങ്കിലും പോയിന്റ് മിസ്സായി പോയിട്ടൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാനത് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഓർത്ത് വെച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രത്യേകിച്ച് നോട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അതേപോലെ തന്നെ ലൈക്കയുടെ ക്യാമറ സെറ്റപ്പും കിഡിലാണ്. നമുക്ക് അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ചെറിയൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഫോട്ടോസ് വെച്ചിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും FL അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. പിന്നെ കുറേ ബ്യൂട്ടിഫിക്കേഷൻ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്കയുടെ ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെ കുറച്ച് സെറ്റിങ്സുകൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ക്യാമറ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. സോ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് വീഡിയോ ആണെങ്കിലൊക്കെ സെറ്റായിട്ടുണ്ട്. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ. ജിനോ ടെക് വ്ലോഗ്സ്. പിന്നെ ഒരു പ്രീ ബുക്കിംഗ് ഓഫർ പറയാൻ മറന്നുപോയി. ഈ 13-ാം തീയതി തൊട്ടിട്ട് 17-ാം തീയതി വരെ, മാർച്ച് 2026 നിങ്ങൾ ഈ ഒരു ഫോൺ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 9,999 രൂപ പ്രൈസ് വരുന്ന ഒരു ഫുൾ പ്രൊട്ടക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും. മാത്രമല്ല നിങ്ങൾ 512GB നിങ്ങൾക്ക് 256GB പ്രൈസിന് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ അൾട്രാ സീരീസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 10,000 റുപ്പീസിൻ്റെ ചില ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ 20,000 രൂപയുടെ ഒരു കിറ്റ് ഇതിൻ്റെ അൾട്രയുടെ കൂടെ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജപ്പാൻ സ്ക്വയർ ആയിരിക്കും. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫറിൽ അവരുടെ തന്നെ ഗിഫ്റ്റോട് കൂടി നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ EMI ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ വിസിറ്റ് ചെയ്യാം.